നമ്മൾ സാധാരണ മദ്യപാനത്തിൽ നമുക്ക് കേരളത്തിൽ പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂർ ഏരിയയിലും മറ്റു ഭാഗങ്ങളിലും അങ്ങനെ ഒരു പ്രത്യേക ദേശവ്യത്യാസം ഇല്ലാതെ മദ്യം അമിതമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ഈ മദ്യപാനത്തിൽ യഥാർത്ഥത്തിൽ പല മിഥ്യാധാരണകളും വന്നു ചേർന്നിട്ടുണ്ട്. ചില ആൾക്കാർ പറയും മദ്യം കഴിക്കുന്നതുകൊണ്ട് കരളിന് കുഴപ്പമില്ല എന്ന് പറയുന്നവരുണ്ട്. മദ്യം കരളിന് അപകടം ഉണ്ടാക്കുന്നില്ല എന്നുള്ളത് വാസ്തവത്തിൽ തികച്ചും തെറ്റായ ഒരു ധാരണയാണ്. മദ്യപാനം കരളിന് അപകടം ഉണ്ടാക്കാവുന്നതും കരൾ ക്യാൻസർ, കരൾ വീക്കം തുടങ്ങിയ അസുഖങ്ങൾ ഉണ്ടാക്കുന്നതിൽ ഒരു പ്രധാന കാരണമാണ് ഇന്ന്. ഇനി എന്തുകൊണ്ടാണ് ഇങ്ങനെ തെറ്റിദ്ധാരണകൾ വരുന്നതെന്ന് നമുക്ക് വസ്തുത വെച്ച് പരിശോധിച്ച് നോക്കാം. ഒന്ന്, നമ്മൾ സാധാരണ പറയുന്നത് മദ്യപിക്കാൻ വേണ്ടിയുള്ള പല ആൾക്കാർ മദ്യപിക്കുന്നു ഒന്നിച്ച്. അതിലൊരാൾക്ക് മാത്രം കരളിൻ്റെ അസുഖം വരും. അവരെക്കാൾ കൂടുതൽ കഴിച്ചത് അല്ലെങ്കിൽ അവരെക്കാൾ കൂടുതൽ കഴിച്ച് തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്ന ആൾക്കാർക്കൊന്നും കരളിൻ്റെ അസുഖം വരുന്നില്ല. പിന്നെ എങ്ങനെയാണോ ഒരാൾക്ക് മാത്രം വരുന്നത്? ഇത് ഒരു പാരമ്പര്യമായിട്ട് ബന്ധപ്പെട്ടാണ്. കാര്യം ജനിതക ഘടനയിൽ മദ്യം എങ്ങനെ മെറ്റബോളൈസ് ചെയ്യും എന്ന് എഴുതി വച്ചിട്ടുണ്ട്. അതിൻ്റെ മെറ്റബോളിക് പാത്വേയിൽ ഉണ്ടാകുന്ന ചില പ്രോബ്ലങ്ങൾ കൊണ്ട് ഉദ്ദേശം ഒരു 10-15% ആൾക്കാർക്ക് മദ്യം കഴിക്കുമ്പോൾ കരൾ വീക്കത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ ശരീരത്തിൽ ആർക്കാണ് മദ്യം അപകടം എന്നുള്ളത് നമുക്കറിയില്ല ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ മദ്യം കഴിക്കുന്നവരിൽ എല്ലാവർക്കും കരൾ രോഗം വരണം നിർബന്ധമില്ല. പക്ഷേ കരൾ രോഗം വരാൻ വേണ്ടി ജനിതകപരമായിട്ട് വിധിക്കപ്പെട്ട ആൾക്കാർക്ക് തീർച്ചയായിട്ടും വരും. അപ്പോൾ മദ്യം ഒരു സേഫായ ഒരു ഉപഭോഗ വസ്തുവായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കില്ല. രണ്ടാമതായിട്ട്, മദ്യം കഴിക്കുന്ന ആൾക്കാർ ഇടവിട്ട് അവർ പോയി കരളിൻ്റെ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കും. ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് നോർമൽ ആണെങ്കിൽ അവർ സ്വയം അങ്ങ് ധരിക്കും എനിക്ക് കുഴപ്പമില്ല, കാര്യം എൻ്റെ ലിവർ ഫംഗ്ഷൻ നോർമലാണല്ലോ. ഇതും ഒരു തെറ്റായ കീഴ്വഴക്കാണ്. കാര്യം ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് പൂർണ്ണമായിട്ട് നോർമൽ ആണെങ്കിലും രോഗിക്ക് ഗുരുതരമായ കരൾ വീക്കത്തിലേക്ക് നീങ്ങാനും പിന്നീട് അവർ രക്തം ഛർദ്ദിച്ചും ബോധക്കേടിലൂടെ അല്ലെങ്കിൽ നീര് വന്ന് അല്ലെങ്കിൽ കരൾ സീറോസിസിൻ്റെ എല്ലാ ലക്ഷണങ്ങളോടെ വരാം. ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് മാത്രം ഉപയോഗിച്ച് കരൾ വീക്കത്തെ നമ്മൾ മോണിറ്റർ ചെയ്യുന്ന ഒരു തെറ്റായ കീഴ്വഴക്കാണ്. ഇനി മൂന്നാമത്തേതായിട്ട്, ചില ആൾക്കാർ നമ്മൾ മദ്യപാനം കഴിക്കുമ്പോൾ അവർക്കറിയാം അത് കരളിന് ഡാമേജ് ഉണ്ടാക്കുമെന്നുള്ളത്. അപ്പോൾ അത് തടയാൻ വേണ്ടി അവർ ഒരു ലിവറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു മരുന്ന് അവർ കഴിക്കും. പരസ്യമുള്ള മരുന്നുണ്ട്, പരസ്യം ഇല്ലാത്ത മരുന്നുണ്ട്, ചില പച്ചമരുന്നുകളൊക്കെ കഴിച്ച് അവരപ്പോൾ വിശ്വസിക്കുന്നത് ഈ മരുന്ന് കഴിക്കുന്നതുകൊണ്ട് അവർക്ക് കരളിന് ഹാനികരമായിട്ടൊന്നും തന്നെ സംഭവിക്കുകയില്ല, അവരുടെ കരൾ സുരക്ഷിതമാകും എന്നാണ് വിശ്വസിക്കുന്നത്. ഇത് ഒരു ശാസ്ത്രീയ അടിത്തറ ഇല്ലാത്ത ഒരു വ്യക്തി സ്വയം എടുക്കുന്ന തീരുമാനമാണ്. കാര്യം ഏത് മരുന്ന് കഴിച്ചാലും മദ്യം കഴിക്കുക കരൾ വീക്കം വരാൻ സാധ്യതയുള്ള ഒരാൾക്ക് മദ്യം ഉപയോഗം കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ അത് തടയാൻ വേണ്ടി ഒരു മരുന്നും ഇന്ന് വരെ ലഭ്യമല്ല. ഇതിനപ്പുറത്തേക്ക് പല വസ്തുതകളും മദ്യപാനത്തിൽ അപകടകരമായിട്ട് രോഗികൾക്ക് മനസ്സിലാകാത്ത രീതിയുണ്ട്. ഉദാഹരണത്തിന് പറഞ്ഞാൽ, ഒരു പക്ഷേ ഈ ആൾക്കാർക്ക് മദ്യത്തിന് പുറകെ മറ്റ് ചില കാരണങ്ങളോട് കാണും കരളിൻ്റെ അസുഖം വരാൻ വേണ്ടി. അതായത് മദ്യപാനികൾക്ക് ഫാറ്റി ലിവറിൻ്റെ അസുഖം അതിൻ്റെ കൂടെ തന്നെ വരാം, അല്ലെങ്കിൽ ജനിതകപരമായ പല മാറ്റങ്ങളും വരാം, ഹെപ്പറ്റൈറ്റിസ് തുടങ്ങിയ വൈറസിൻ്റെ അണുബാധ കാണും. ഇതൊന്നും സാധാരണ ഒരു വ്യക്തി അത് ടെസ്റ്റ് ചെയ്ത് നോക്കിയില്ലെങ്കിൽ അവർക്ക് മനസ്സിലാവത്തില്ല. അതുകൊണ്ട് മദ്യം എപ്പോഴും സേഫാണ് എന്ന് വിചാരിച്ച് കഴിക്കുക, അല്ലെങ്കിൽ മദ്യത്തിൻ്റെ കൺട്രോൾ എനിക്ക് എപ്പോഴും എൻ്റെ കയ്യിലാണ് മദ്യത്തിൻ്റെ കൺട്രോൾ എന്ന് പല ആൾക്കാരും വിചാരിക്കും. കാര്യം ഞാൻ എന്ന് വിചാരിച്ചാൽ അന്ന് മദ്യം നിർത്താമെന്ന് വിചാരിച്ചൊക്കെ കഴിക്കുന്നവരുണ്ട്. അതും നമുക്ക് പൂർണ്ണമായിട്ട് ശരിയല്ല. കാര്യം മദ്യത്തിൻ്റെ അഡിക്ഷൻ, അതായത് അതിൻ്റെ അമിത മദ്യാസക്തി ഇതുള്ളവർക്ക് ഒരു തവണ അത് സ്റ്റാർട്ട് ചെയ്ത് അത് ഉപയോഗിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തി വിചാരിച്ചാലും ചിലപ്പോൾ മദ്യം കൺട്രോൾ ചെയ്തെടുക്കാൻ വേണ്ടി സാധിച്ചു എന്ന് വരത്തില്ല. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് മദ്യത്തിൽ തെറ്റായ ധാരണകൾ പലപ്പോഴും കൊടുക്കുന്നുണ്ട്. ഇതിനും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പഴയ ഒരു കഥയാണ്. ആ കഥയോടെ പറഞ്ഞ് ഞാൻ നിർത്താം. അതായത് ഗ്രീക്കിൽ ഒരു ദേവനുണ്ടായിരുന്നു, പ്രൊമിത്യൂസ് എന്നൊരു ദേവൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഥയാണ് പലപ്പോഴും അറിയാതെയോ അറിഞ്ഞോ നമ്മുടെ സമൂഹത്തിലും പ്രചരിച്ചിരിക്കുന്നത്. അതായത് പൊതുവെ ജനങ്ങൾ കരുതുന്നത് മദ്യം നിർത്തിക്കഴിഞ്ഞാൽ കരൾ കിളുത്ത് വരും, അല്ലെങ്കിൽ കരൾ റീജനറേറ്റ് ചെയ്ത് വരും. ഈ പ്രൊമിത്യൂസ് എന്ന ദേവനെ പണ്ട് അദ്ദേഹമാണ് തീ മോഷ്ടിച്ച് മനുഷ്യർക്ക് തന്നിരിക്കുന്ന ഒരു ദൈവമായിരുന്നു. അപ്പം ദൈവം അദ്ദേഹത്തെ ശപിച്ചിരിക്കുന്നത് അദ്ദേഹത്തെ ഒരു പാറയുടെ അറ്റത്ത് കൊണ്ടുപോയി മരത്തിൽ കെട്ടിയിടും, ചെങ്ങലക്കിടും. ആ ചെങ്ങലക്കിട്ട് അദ്ദേഹത്തിൻ്റെ കരള് കഴുകന്മാർ കൊത്തിക്കൊണ്ടുപോകും. ഇതാണ് കഥ. അപ്പോൾ കൊത്തിക്കൊണ്ടുപോയ അത്രയും കരൾ പിറ്റേ ദിവസം കിളുത്ത് വരുന്നു. ഇതാണ് കഥയിലുള്ളത്. അപ്പം ഈ ഒരു കഥയുടെ ബേസ് നമ്മുടെ സമൂഹത്തിലുള്ളതുകൊണ്ട് ആൾക്കാർ ധരിച്ചു വച്ചിരിക്കുന്നത് കരളിന് റീജനറേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ കിളുത്ത് വരാനുള്ള കഴിവുണ്ടെന്നുള്ളതാണ്. പക്ഷേ കരളിൻ്റെ ഡാമേജ് ഒരു 70-80% അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ
കരളിന് ഇങ്ങനെ കിളുത്ത് വരാനുള്ള കഴിവൊന്നും കാണത്തില്ല. ആദ്യ ഘട്ടങ്ങളിലൊക്കെ, അതായത് ആൽക്കഹോളിൻ്റെ ലിവർ ഡിസീസിലേക്ക് വരുന്ന 3 സ്റ്റേജിലൂടെയാണ്. ഒന്ന്, ആദ്യഘട്ടത്തിൽ ഫാറ്റി ലിവർ രൂപപ്പെടും, അതിനുശേഷം ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് എന്നുള്ള ഒരു സ്റ്റേജിലേക്ക് വരും, അതിനുശേഷമാണ് സിറോസിസിലേക്ക് വരുന്നത്. ഈ ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് എന്ന സ്റ്റേജ് വരെ ഓക്കെയാണ്. ആ ഘട്ടം വരെ രോഗി മദ്യം ഉപയോഗിച്ചിട്ട് ആ ഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞാൽ, മദ്യം നിർത്തിക്കഴിഞ്ഞാൽ തിരിച്ച് പൂർവ്വസ്ഥിതിയിലേക്ക് പോവുക സാധ്യമാണ്. പക്ഷെ ഒരു തവണ സിറോസിസിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ച് പൂർവ്വസ്ഥിതിയിലേക്ക് പോവുക എന്നുള്ളത് വളരെയധികം ദുഷ്കരമാണ്. അതുകൊണ്ട് തന്നെ മദ്യപിക്കുന്നവർ എപ്പോഴും മദ്യം കരളിന് റിസ്ക് ആണ് എന്ന് ധരിച്ച് തന്നെ വേണം മദ്യപിക്കാൻ വേണ്ടി.